ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്ന, ഏറ്റവും അടുപ്പമുള്ള അനുയായിയായിരുന്ന ഒന്നാം ഖലീഫ സയ്യിദിന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, എനിക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്ർ പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് പറഞ്ഞു കൊടുത്ത ദിക്ർ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ ഉദ്ധരിച്ചതാണ്. عن أبي هريرة رضي الله تعالى عنه أن أبا بكر الصديق رضي الله عنه قال അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, മുർനി ബികലിമാത്തിൻ, എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരണം. അഖൂലുഹുന്ന ഇദാ അസ്ബഹ്തു വ ഇദാ അംസൈതു, രാവിലെയും വൈകുന്നേരം എനിക്ക് ആ ദിക്ർ ചൊല്ലണം. അങ്ങനെയുള്ള ദിക്റുകൾ, വചനങ്ങൾ, കലിമാത്തുകൾ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ചൊല്ലിക്കൊടുത്ത ദിക്ർ, ഖുൽ അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീകഹ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്താനി വശിർകിഹി. എന്താണ് പറഞ്ഞത്? ഖുൽ, നീ പറയണം. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ, പടച്ചവനെ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ച നാഥ, ആലിമൽ ഗൈബി വശ്ശഹാദ, ദൃശ്യലോകവും അദൃശ്യലോകവും അറിയുന്ന നാഥ. എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിച്ച് അറിയാവുന്ന ഒരു ലോകമുണ്ട്, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും രുചിച്ചുകൊണ്ടുമൊക്കെ. അതിനപ്പുറം ഒരു അദൃശ്യ ലോകമുണ്ട്, എല്ലാ ലോകങ്ങളുടെ സംഗതിയും അറിയുന്ന അല്ലാഹു. റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു, എല്ലാ വസ്തുക്കളുടെ നാഥൻ, എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ദൈവവും ഇല്ല, ഒരു ഇലാഹും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഞാനിത് വെളിവാക്കി ഉച്ചത്തിൽ പറയുന്നു. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ശർരി നഫ്സി, എൻ്റെ ദേഹേച്ഛ മൂലമുണ്ടാകുന്ന എല്ലാ വിപത്തുകളെ തൊട്ടും, വശർരി ശൈത്താനി, അതുപോലെ പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ കെടുതികളെ തൊട്ടും, വശിർകിഹി, ശൈത്താൻ്റെ ഭാഗത്തുണ്ടാകുന്ന എല്ലാ കെണിവലകളെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രാവിലെയും വൈകുന്നേരവും, ഖുൽ ഹാ ഇദാ അസ്ബഹ്ത, നീ ഈ വചനങ്ങൾ, ഈ ദിക്ർ നീ ചൊല്ലണം രാവിലെ, വ ഇദാ അംസൈത, വൈകുന്നേരം, വ ഇദാ അഖദ്ത മൽജഅക, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ഹദീസ് നീ ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. തുർമുദി ഇമാം ഈ ഹദീസ് സ്വഹീഹ് ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.